ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹിക്മിലെ ഹിക്മ അൽ ഫിക്റത്തു സൈറുൻ ഫി മയാദീനിൽ അഗ്യാർ. വല്ലാത്തൊരു പോയിന്റാണ്. അൽ ഫിക്റത്തു ചിന്ത, സൈറുൻ അതൊരു സഞ്ചാരമാണ്, ഒരു പ്രയാണമാണ്, ഒരു യാത്രയാണെന്നൊക്കെ അർത്ഥം വെക്കാം. ഏതിലൂടെ? ഫി മൈദാനിൽ അഗ്യാർ. ഗൈർ മാസിബൽ ബാരി തആല, അല്ലാഹു അല്ലാത്ത സകല വസ്തുക്കളും, ഐ ഫി മഖ്ലൂഖാത്തില്ലാഹി, അല്ലാഹു ഖാലിഖ്, ബാക്കിയൊക്കെ മഖ്ലൂഖാണ് ഇവിടെ. അപ്പൊ ഖാലിഖായ അല്ലാഹുവിൻ്റെ ഈ സൃഷ്ടിജാലങ്ങളിലൂടെ, സൃഷ്ടിജാലം എന്ന മൈതാനിയിലൂടെ ഇങ്ങനെ കറങ്ങ, ആകാശത്തിലേക്ക് നോക്കി ആകാശമെന്ന ഹൽക്കിന്റെ ഹൽക്കാവുന്ന മൈതാനിയിലൂടെ കൽബിങ്ങനെ കറക്കുക. സമുദ്രത്തിലേക്ക് നോക്കുമെന്ന ഹൽക്കിന്റെ ഹൽക്കാവുന്ന ആ മൈതാനിയുടെ കൽബിനെങ്ങനെ കറക്കുക. അങ്ങനെ കറങ്ങി കറങ്ങി എവിടെ എത്തണം? അല്ലാഹുവിലേക്ക് എത്തണം. മാഷാ അല്ലാഹ്. അതാണ് ചിന്ത, അതാണ് യഥാർത്ഥ അൽ ഫിക്റത്തുൽ ഹഖീഖിയ. യഥാർത്ഥ ചിന്ത അല്ലാഹുവിലേക്ക് എത്തുന്ന ചിന്തയാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം? ഇപ്പോ മേപ്പാടിയിൽ, വയനാട്ടെ മേപ്പാടിയിൽ 2 പ്രദേശങ്ങൾ പാടെ ഒലിച്ചുപോയി. അതിലും നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ച് ചിന്തിച്ച് ഔട്ടോ പാപം അവിടെ നിൽക്കരുത്. മരിച്ചവരും അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും, ശുഹദായിന്റെ ഗണത്തിലും അവരെ അല്ലാഹു ഉൾക്കൊള്ളിക്കട്ടെ. അങ്ങനെ തന്നെയാണല്ലോ നമ്മളെ മസാലി. ഹയാത്തുള്ള ആളുകൾക്ക്, അസുഖം ബാധിച്ച ആളുകൾക്ക്, മർലക്ക് അല്ലാഹു ആജിലായ ശിഫയും നൽകട്ടെ. വീടുകളില്ലാത്ത ആളുകൾക്ക് വീടും എല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഞമ്മക്കെന്ത് കിട്ടി? ഇതിൽ ധാരാളം പാഠങ്ങളുണ്ട്. നമ്മൾ അല്ലാഹ്ക്ക് ആരും വലുതല്ല. ഞൊടിയിട കൊണ്ട് വലിയൊരു രാജ്യത്തിന്, പണ്ട് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനെ അല്ലാഹു ഒരു രാത്രിയിൽ അല്പസമയം കൊണ്ട് അപ്പം മറിച്ചിടും പോലെ മറിച്ചിട്ടില്ലേ? ആ അല്ലാഹ് ഇപ്പോഴുണ്ട്. അതേപോലെ നമ്മൾ ചിന്തിക്കണം. വേണ്ടാവൃത്തികളിലൂടെ ജീവിക്കുമ്പോ അല്ലാഹുവിന്റെ അദാബിറങ്ങോ നമ്മൾ ചിന്തിക്കേണ്ട സാഹചര്യം കൂടിയാണിത്. അതോടുകൂടെ മറ്റൊന്ന്, വരാനിരിക്കുന്ന യൗമുൽ ഖിയാമ, അന്ത്യനാളിലേക്കുള്ള പോക്കാണിത്. അന്ത്യനാളിന്റെ ഓരോ സൂചനകളാണിത്. അവസാന കാലം വരുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു മാല, ആ മാലയുടെ നൂല് പൊട്ടിച്ചാൽ അതിൻ്റെ മുത്തുകൾ അനുസ്യൂതം ഇങ്ങനെ കൊഴിഞ്ഞാടിക്കൊണ്ടിരിക്കും. അതേപോലെ അവസാന കാലം വരുമ്പോ ബലാകളും മുസീബത്തും ഒന്നിച്ചൊന്നിച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഖിയാമത്തിലേക്കുള്ള സൂചനയാണ്. ഖിയാമോ ഇപ്പൊ ചില ആൾ പറയും, എന്താ വയനാടിന്റെ അവസ്ഥ, മേപ്പാടിയിലെ അവസ്ഥ, എന്താ അവസ്ഥ? അതിലും വലിയ അവസ്ഥയാണ് ഖിയാമത്ത് നാൾ. എന്താണ് ഖിയാമത്ത് നാൾ? പല പേരുകളുമുണ്ട്. ഖിയാമത്ത് നാൾ ഹാഖ് അതിൽപ്പെട്ടതാണ്. അൽ ഖാരിഅത്തു മൽ ഖാരിഅ, എന്താണോ ഖാരിയത്ത് എന്ന് പേരുള്ള ഖിയാമത്ത് നാൾ വലിയ സംഭവമല്ലേ? അപ്പോ ഖിയാമത്തിലേക്കുള്ള പോക്കാണിത്. വിശ്വാസികൾക്ക് വിശ്വാസത്തിന് ഒന്ന് ദൃഢത ഇത് നൽകും. അല്ലാഹുവിൽ വിശ്വാസം ഉറക്കും. ഇതൊക്കെ നടത്തുന്നത്
അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. വലാ റദ്ദ ലിമാ ഖളൈത വഖിനി ശർറ മാ ഖളൈത. റബ്ബേ, നീ വിധിക്കും, നിന്റെ വിധി നടക്കും, എന്നാലും അതിൻ്റെ ഷെറുകളെ തൊട്ടൊക്കെ കാക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണമല്ലോ. അതല്ലേ ഖുനൂത്തിൽ പഠിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ചിന്തിക്കണം. ചിന്തക്ക് എത്ര സ്ഥാന, എത്രയോ വർഷങ്ങൾ. അല്പസമയമുള്ളൊരു ചിന്ത 60 കൊല്ലത്തെ ഇബാദത്തിനേക്കാളും അഫ്ളലാണ്. കാരണം എന്താ? ഇബാദത്തിൻ്റെയൊക്കെ ഉള്ളിൽ രഹസ്യം എന്താ? അള്ളാഹുവിനെ അറിയുക, അള്ളാന്റെ ആളാവുക, അള്ളാന്റെ സ്വന്തം ആളാവുക. എന്നാൽ ചെറിയൊരു ചിന്ത കൊണ്ട് തന്നെ ആ ഒരു ഫായദ കിട്ടുമെങ്കിൽ ആ ചിന്തക്കല്ലേ സ്ഥാനം. മാഷാ അല്ലാഹ്. അതുകൊണ്ട് അഫലാ തഅഖിലൂൻ അഫലാ തതഫക്കറൂൻ, അടിക്കടിയായി വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയും, നിങ്ങൾ ചിന്തിക്കണില്ലേ, നിങ്ങൾ ആലോചിക്കണില്ലേ? നമ്മൾ ചിന്തിക്കണം. ചിന്തയോടുകൂടെ ജീവിച്ച് ആ ചിന്ത അള്ളാഹുവിലേക്കെത്തി അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിയാന്മാരായി നമ്മൾ ജീവിക്കണം. അതിന് അള്ളാഹു എല്ലാ വഴികളും നമുക്ക് ഒരുക്കി തരട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാം.